വർക്ക് ചെയ്യുന്നതാണ്. അത് ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജിത കൃപയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ വിശ്വാസം നമുക്ക് നൽകുന്ന സാധ്യതകൾ ഒന്നാണ് കൂദാശ ജീവിതം. കൂദാശ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോവിശ്വാസം സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. അത് ഒരു ദൈവ ജീവിത വിളിക്ക് അനിപേക്ഷണീയമായിട്ടുള്ള വിവാഹം, തിരുപ്പട്ടം മുതലായിട്ടുള്ള ഓരോരോ കൂദാശകളുണ്ട്. അപ്പം അത് ആ ജീവിത വിളിക്ക് അനിപേക്ഷണീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് കൂദാശകൾ നമുക്ക് നൽകുന്നത്. പിന്നെ ഡേ ടു ഡേ ലൈഫും അതുപോലെ തന്നെ ഇറ്റേണൽ ലൈഫും. ഡേ ടു ഡേ ലൈഫിനും ഇറ്റേണൽ ലൈഫിനും നമുക്ക് ദൈവത്തിൻ്റെ പവർ അല്ലെ പ്രസാദവരം ആവശ്യമാണ്. അപ്പം അത് പലപ്പോഴും വരണത് ആർജിത കൃപയാണ്. ആർജിത കൃപ ഈശോമിശ നേടിയ കൃപയിൽ ഈശോമിശ നേടിയ കൃപ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപയെന്ന് നമ്മൾ ഉടമ്പടി പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്നൊക്കെ പറയുന്നത്. കൃപാവരങ്ങളുടെ ഏക മധ്യസ്ഥൻ ഈശോ എന്നുള്ള ആശയത്തിൽ പക്ഷെ കൃപ ചാനൽ ഔട്ട് ചെയ്ത് വരുമ്പോൾ ആ തടാകം, കൃപയുടെ തടാകമാകുന്ന യേശുക്രിസ്തു എന്ന് വലിയ പുഴയായി വരുന്ന ഏറ്റവും വലിയ പുഴ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾക്ക് മരിയൻ ജീവിത രീതി, അതായത് ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് പോലെയേക്കാൾ പവർഫുള്ളാണ് മരിയൻ ജീവിത രീതി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിത രീതി എന്ന് പറയുന്നത് വചനാധിഷ്ഠിതമായൊരു ജീവിത രീതിയാണ്. വചനം നമ്മൾക്ക് കൈമാറി തന്നവർ പറഞ്ഞ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക അനുസരിച്ചുള്ളതാണ്. പക്ഷേ മരിയൻ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വചനം നേരിട്ട് ഉദരത്തിലേക്ക് സ്വീകരിച്ച ആളാണ് മറിയം. മറിയം ആ വചനത്തെ വയറ്റിട്ട് വളർത്തി, പെറ്റ് വീട്ടിൽ നിർത്തി വളർത്തി, കുരിശിൻ്റെ ചുവട് വരെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി മരിയൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തിയെടുത്തായിരുന്നു. അത് സുവിശേഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ജീവിത രീതിയാണ്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ. വചനത്തിൻ്റെ പേഴ്സണൽ ആപ്ലിക്കേഷനെ കുറിച്ച് അപ്പോസ്റ്റൽ സ്പിരിച്വാലിറ്റി പറയുന്നതിനേക്കാളും വളരെ തീവ്രമായിട്ടാണ് മരിയൻ സ്പിരിച്വാലിറ്റി പറയണത്. ബൈബിളിൽ നമുക്ക് രണ്ട് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യണത്. ഒന്ന് അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റി, രണ്ടാമത്തത് മരിയൻ സ്പിരിച്വാലിറ്റി. പക്ഷേ അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിക്ക് മുമ്പുള്ളതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റിയുടെ പവർ എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. പിന്നെന്താണ്? ബി ടു ഡൺ ടു മീ. അത് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തി പേഴ്സൺ ആസ് എ പേഴ്സൺ